ഹായ് ഫ്രണ്ട്സ്, ഇത് വാഗമൺ പോയതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. നമ്മൾ മൊട്ടക്കുന്നിലും തങ്ങൾപ്പാറയിലൊക്കെ പോയതിന് ശേഷം ലാസ്റ്റ് എത്തിപ്പെട്ട സ്ഥലമാണ്. നമ്മൾ ഇവിടെ ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെയാണ് നമ്മളിതായി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇവിടെ അകത്ത് കയറുന്നതിന് 100 രൂപയാണ് ടിക്കറ്റെന്ന്. അങ്ങനെ നമ്മളെല്ലാവരും ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അകത്തോട്ട് കയറി. ഇവിടെ കയറിയില്ലായിരുന്നെങ്കിൽ ചെറിയൊരു നഷ്ടമായി പോയേനെ, കാരണം അത്രത്തോളം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ വന്ന ഒരു 6 മണി 6:30 ആ ടൈമിലായതുകൊണ്ട് തന്നെ നല്ല കോടയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ലൈറ്റും കാര്യങ്ങളെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് വെറൈറ്റി ചെടികളുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോന്ന് ആസ്വദിച്ച് പോവുകയാണ്. അപ്പോൾ മോളിയാമ്മ ഇതാ ചൂണ്ടിക്കാണിക്കുകയാണ്, എൻ്റെ വീട്ടിലുമുണ്ട് ആ ചെടിയെന്ന്. അങ്ങനെ മോളിയാമ്മയുടെ തള്ളൊക്കെ കേട്ടിട്ട് നമ്മളിതാ അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഓരോ രീതിയിലും ഓരോ മോഡലിനും അവിടെ നല്ല രീതിയിൽ അറേഞ്ച്മെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ തൊട്ടാൽ 500 രൂപയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതായത് പൂ പറിച്ചാൽ. പിന്നെ നമ്മൾ പാർക്കിൽ വന്ന് കുറേ നേരം അവളെ കൂടെ ഊഞ്ഞാലൊക്കെ ആടി. നമുക്ക് കയറാൻ പറ്റില്ല, കൊച്ചുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവൾക്ക് അവിടെ ഊഞ്ഞാലൊക്കെ ആടിയതിന് ശേഷം നമ്മൾ നേരെ അകത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്നും കുറേ ടീമുകൾ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തൊന്നും കയറാൻ നിന്നില്ല, കാരണം ഉള്ള ടൈം മാക്സിമം എൻജോയ്മെൻറ്റ് ചെയ്യുക. എന്നിട്ട് ഇതാ ഇങ്ങനെ ഈ ഫ്ലവറൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് റോസാപ്പൂകളൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വെറൈറ്റി. പിന്നെ ഈ ഒരു രീതി എനിക്ക് ഒരു നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ മെയിനായിട്ട് കുറേ ചെടികൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചെടിച്ചട്ടിയിലും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ കണ്ടില്ലേ, അങ്ങനെ നമ്മൾ ഓരോന്നിങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കൊള്ളാം. എന്നിട്ട് ഞാനും പറയുകയാണ്, ഇത് നമ്മളവിടേക്കുള്ള റോസാപ്പൂവാണ്, കൊള്ളാമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ആ ഒരു സ്ഥലത്തായിരുന്നു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്, പൂ പറിച്ചാൽ 500 രൂപ ഫൈനെന്ന്. അങ്ങനെ അതൊക്കെ കണ്ടു. നമ്മൾ പിന്നെ പറിക്കാനൊന്നും നിന്നില്ല കേട്ടോ, എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നത്. എന്നിട്ട് അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോയി. അപ്പോഴാണ് നമ്മളെ കൂടെ പോയവർ പറയുന്നത് അവിടെ വാട്ടർ ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്, പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി. അവൻ നമ്മൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഈ കൊച്ച് ഇവിടെ നിന്ന് ഈ ബബിൾ ഊതുന്നുണ്ടപ്പോൾ എനിക്ക് നൊസ്റ്റ് പഠിച്ചു. ഞാൻ പിന്നെ എവിടെ ഉള്ള കൊച്ചാണോ എങ്ങനെ ഒന്നും ചോദിക്കാൻ നിന്നില്ല. മോളെ എനിക്കൂടെ എത്തിത്താ മോളെ എന്നും പറഞ്ഞ് അവളെ നിന്ന് പിടിച്ചു. നല്ല കൊച്ചായിരുന്നു. ചോദിച്ചപ്പോഴേ തന്നു. ഞാനൊരു മണ്ടിയാണ്, ഇതായത് ഊതിയപ്പോൾ ഇങ്ങനെയല്ല, ഇതിങ്ങനെ ജസ്റ്റ് വിട്ടു കൊടുത്താൽ മതി എന്നാണ് അവൾ പറഞ്ഞത്, ഊതയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, നീ എന്നെ എന്നാൽ എനിക്ക് ജസ്റ്റ് ഒന്ന് ഊതി കാണിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവൾ എന്നെ എനിക്ക് കാണിച്ചു തരാണ്, ഇതാ ഇങ്ങനെയാണെന്ന്. അങ്ങനെ ഓടിപ്പോയി ഞാൻ കുത്തി പൊട്ടിച്ചു. നമ്മളിനി എത്രയൊക്കെ വലുതായെന്ന് പറഞ്ഞാൽ മൈൻഡിലുള്ള കുട്ടിത്തൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും പോകത്തില്ല. അങ്ങനെ കൊച്ചിന് ബായിയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോയി. അങ്ങനെ കൊച്ചിന് ബായിയും പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവരുടെ വീട്ടിലുള്ളവരൊക്കെ എന്നെ തന്നെ നോക്കുന്നു, ഇതാരെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ഞാൻ രേവതീച്ചിയും കുറച്ച് കോലങ്ങളൊക്കെ കാണിച്ചു. അപ്പോൾ ആൾക്കാരെല്ലാം വന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ വാട്ടർ ഡാൻസൊക്കെ അവിടെ തകൃതിയായി നടക്കുന്നുണ്ട്. നമ്മളൊരു 5 മിനിറ്റ് തികച്ച് നിന്നാൽ തന്നെ സംശയമാണ്, കാരണം നമുക്ക് ഓരോ സ്ഥലങ്ങൾ പെട്ടെന്ന് കാണണമല്ലോ. ഇത് നമ്മൾ അടുത്ത സ്ഥലത്ത് പോയതാ, ഇവിടെ പോയിരുന്ന് ഫോട്ടോയൊക്കെ എടുത്തു. റിസ്ക്കാണ് കേട്ടോ, അങ്ങ് പോയാൽ പോയി. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നല്ല കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ DJ പാട്ടൊക്കെ ഇട്ടുണ്ട്, ചെറിയ തുള്ളലൊക്കെ കാണും, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. എന്നിട്ട് ഈ വി ലവ് വാഗമൺ അവിടെ പോയി ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ നല്ല കുറേ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കൊച്ചുങ്ങളെ ഞാൻ ഇറക്കി, ചേച്ചി എത്തി ആടിക്കോട്ട്, മക്കളെ എത്തി മാറുമെന്നും പറഞ്ഞ്. അങ്ങനെ അവിടെയും കുറച്ച് നേരം എൻ്റർടൈൻമെൻറ്റ് ചെയ്തു. അങ്ങനെ രേവതി ചേച്ചി ആടി. അങ്ങനെ അവളെ പിടിച്ച് ഞാൻ തള്ളിക്കൊടുത്തു. അവൾക്കാണെങ്കിൽ പേടിയാണ്, അവൾക്ക് ഒറ്റയ്ക്ക് ആടണമെന്ന് പറഞ്ഞ്. പിന്നെ ഞാനും അവളും തമ്മിൽ അടിയായി. കൊച്ചിൻ്റെ ടവലൊക്കെ അടിച്ചു മാറ്റി ഞാൻ ഇട്ടേക്കാണ്. എന്നിട്ട് നേരെ നമ്മൾ DJ പാർട്ടിക്ക് വന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു നമ്മുടെ വാഗമൺ ട്രിപ്പ്. അപ്പം ജസ്റ്റ് പോകുമ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഫ്ലവർ ഷോ കയറണം. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ്